വിവരം അറിഞ്ഞെത്തുന്ന ബന്ധു അല്ലേ? ബന്ധു, അതെ. ചേട്ടാ, ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നൊന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ? അല്ല, എൻ്റെ അറിവിൽ സാമ്പത്തിക പ്രശ്നം ഇല്ല. ഇതിൻ്റെ ലോണൊക്കെ എടുത്ത് വീട് വെച്ചതാണ്. വസ്തു വാങ്ങുമ്പോൾ ലോൺ എടുത്ത് ഞാനും കൂടി ഉണ്ടായിരുന്നതാണ്. അതെല്ലാം കടം തീർന്നു. അതെല്ലാം കടം തീർത്തിട്ടാണ് ഫാമിലിയായിട്ട് 1 വർഷം വരെ ഗൾഫിൽ കൊണ്ടുപോയി. 2 മക്കളെയും വൈഫിനെയും അവൻ കൊണ്ടുപോയി, റഹീമ കൊണ്ടുപോയി. ചേട്ടൻ ആരാണ് ശരിക്കും? എൻ്റെ അനിയൻ, എൻ്റെ ബാപ്പച്ചീര ചേട്ടൻ്റെ മോളാണ് ഇവള്. കാരണം ഈ 2 വർഷത്തിന് മുമ്പ് വരെ ഈ വീട് വയ്ക്കുന്നതും എല്ലാം ഞാനുണ്ടായിരുന്നു. എല്ലാത്തിനും ഞാനായിരുന്നു അവളാ. ആശുപത്രി ട്രീറ്റ്മെൻറ്റ് വെഞ്ഞാറോട്ടിൽ തന്നെ പോയിട്ട് ബ്ലഡ് നോക്കിയതിന് ശേഷം RCCയിൽ ട്രീറ്റ്മെൻറ്റ് പോകണം എന്ന് പറയുമ്പോഴും ഞാനാണ് അവളെ കൊണ്ടുപോകുന്നതും ഡോക്ടറെ കാണുന്നതും ഡോക്ടർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. എല്ലാം ഞാനായിരുന്നു. ഈ വീട്ടിലെല്ലാം ഞാനാണ്. ഇപ്പോൾ 2 കൊല്ലം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാറില്ല. കാരണം പിള്ളേർ വലുതായപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. ഷെമിയാണ്. ഷെമി എൻ്റെ സഹോദരിയാണ്. പിതാവിന്റെ പേരെന്താ? ഷെമിയുടെ ഭർത്താവിന്റെ പേര്? റഹീം, അബ്ദുൾ റഹീം. ദുബായിലാണ്, പാങ്ങോട്ടുകാരനാണ്, ഗൾഫിലാണ്. അവിടെ ജോലി ഒരു കടയാണ്. ഈ വണ്ടിയുടെ ആക്സിസ് പരിപാടി, പേപ്പർ കൊട്ടിപ്പും. ഇല്ല, അതിനില്ല, അങ്ങനെയൊന്നുമില്ല. എനിക്കറിയില്ല. പെൺകുട്ടിയെ ഞാൻ 3 സംഭവം ഉണ്ടായി. ഞാൻ 4 ദിവസമായി ഞാൻ വെഞ്ഞാറോട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വെഞ്ഞാറിലേക്ക് വരുമ്പോൾ ബൈക്കിൽ വരുമ്പം ഇവൻ പെൺകുട്ടിയെ ബാക്കിൽ വെച്ചുകൊണ്ട് ആറ്റിങ് റോഡിലോട്ട് പോകുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് മുഖം മാറ്റി. കാരണം ഞാൻ കാണണ്ട, അവനും എന്നെ കണ്ടു, ഞാനും കണ്ടു. അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ ഇനി പോകുന്നു. അത് മെനിങ്ങാന്ന് ഇവിടെ നിന്ന് പറയുന്നതാണ്. എനിക്കറിയില്ല. അല്ല, അതിനെ ഞാൻ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്നോട് ഞാൻ ആദ്യം അറിയുന്നത് എൻ്റെ ഭാര്യ വിളിച്ച് പറയുന്നതാണ്. കാരണം അവൾ പനവൂര് ബ്രാഞ്ചിൽ KSFL ബ്രാഞ്ചിൽ ജോലി ചെയ്തിട്ട് 5:45 കൂടി ബസ്സിലിരിക്കുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ് ഷെമീരെ വീട്ടിൻ്റെ നിങ്ങൾ അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഷെമീരെ വീടിൻ്റെ മുമ്പ് 2-3 ആംബുലൻസ് കിടക്കുന്നു, നിങ്ങളൊന്ന് ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. ലത്തീഫ് എന്ത് കാര്യത്തിനും റഹീമിൻ്റെ വാപ്പാടെ സ്ഥാനത്ത് ലത്തീഫാണ് ഇവിടെ വരാറുള്ളത്. അത് ഞാൻ ഉള്ളപ്പോഴും അങ്ങനെയാണ്. പെരുന്നാളായാലും ഓണായാലും എപ്പോഴും ഞാനും വരും. പള്ളിയിൽ ഞാനും പെരുന്നാളും ഇവിടെ കയറിയിട്ടാണ് പോണത്. മുമ്പ് അങ്ങനെ അവരിവിടെ വരണതുകൊണ്ട് തടസ്സം എന്താണെന്നുള്ളതൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. റഹീമിൻ്റെ ഉമ്മ എന്ന് പറയുന്നത് 80 വയസ്സ് പ്രായമായതാണ്. അവർ പഴയൊരു തറവാട് ചാണാമൊഴിയ വീടാണ് ഞാൻ പോയിട്ടുള്ളത്. ഇത്രയും പ്രാവശ്യം പോയിട്ടുള്ളതാണ്. തൊട്ടടുത്ത് മക്കളുണ്ട്. അവർ പക്ഷെ മക്കളടുത്തോട്ട് പോയി താമസിക്കില്ല. അപ്പം ചാണാമൊഴിയ വീടാണ്, ഓലയാണ്, ഒറ്റയ്ക്കാണ് താമസം. അവൻ ആരോഗ്യമൊക്കെ ഉണ്ട്, വലിയ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ചേട്ടൻ അല്ല, എനിക്ക് ഇപ്പോഴത്തെ സംഭവങ്ങളൊന്നും അറിയില്ല. എനിക്ക് പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒന്നും അറിയില്ല. ലത്തീഫ് എന്ത് കാര്യത്തിനും ഇവിടെ വരുന്നതാണ്. റഹീമിന്റെ ചേട്ടനാണ് ലത്തീഫ് എന്നുള്ള ചേട്ടനാണ്. ഇവിടെ എന്ത് കാര്യത്തിന് റഹീമാണ് മുൻപന്തിയിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എത്തുമായിരുന്നു 2 വർഷം മുമ്പ് വരെ. അത് കഴിഞ്ഞ് എന്നെ അവൻ വിളിക്കും, അല്ലെങ്കിൽ എവള് വിളിക്കും. എന്ത് കാര്യത്തിന് എന്നെ വിളിക്കും. ലത്തീഫിന്റെ വൈഫാണ് ഷാഹിദ എന്ന് പറഞ്ഞത്. അവർക്ക് കുട്ടികൾ അറിയില്ല, ഇവര് പറഞ്ഞാണ് അറിയണത്. ഷാഹിദ അറിഞ്ഞു? ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ല, പ്രതികരിച്ചില്ല. ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. പറയാനുള്ള ഇതല്ലല്ലോ, ഒരാളല്ലല്ലോ, ഒരു മോനല്ലല്ലോ മരണപ്പെട്ടിരിക്കുന്നത്. അമ്മ മരിച്ചു, ചേട്ടൻ മരിച്ചു, ചേട്ടത്തി മരിച്ചു, ഇളയമോ മരിച്ചു, വൈഫ് അതീവ ഗുരുതരമായി കിടക്കുന്നു. ഈ വൈഫിന്റെ കണ്ടീഷനിൽ ഇപ്പൊ എന്തെങ്കിലും പോലീസ് കോളേജിൽ നിന്ന് ആശുപത്രി എന്തെങ്കിലും പറയുന്നുണ്ടോ? വിളിച്ചായിരുന്നു? വിളിച്ചില്ല. ഇപ്പോൾ അടുത്ത ബന്ധു ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഇദ്ദേഹമാണ് പോലീസ് അടക്കമുള്ളവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇവിടെ എത്തിയ ബന്ധുക്കളുള്ള ഒരാളാണ്. ഇത് ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്ന ഷെമീനയുടെ ഒരു ബന്ധുവാണ്. ഷെമീനയുടെ വാപ്പയുമായുള്ള ബന്ധുവാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പോൾ പിതാവ് റഹീം ഇപ്പോൾ അബ്രോഡ് തന്നെയാണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയൊരു വ്യക്തത കുറവുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ആ കാര്യത്തിൽ ഉറപ്പ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലപ്പെട്ട ലത്തീഫും ഷാഹിദയും അഫാന്റെ ബന്ധുക്കൾ തന്നെയാണ്. മറ്റ് പെൺസുഹൃത്തും മരണപ്പെട്ട പെൺസുഹൃത്തുമായിട്ട് ഫർഷാനയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഇവർ ഈ ലത്തീഫും ഷാഹിദയും അഫാന്റെ പിതാവിൻ്റെ സഹോദരനാണ്, ചേട്ടൻ്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ടിരിക്കുന്ന ഷാഹിദ എന്നാണ് ഇപ്പോൾ ബന്ധു തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ലാൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതി എന്തിനെന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം നേരത്തെ പ്രതി പോലീസിന് മൊഴി നൽകിയിരുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് കടക്കാനുള്ള കാരണമെന്ന് പ്രതി പോലീസിനോട് പറയുമ്പോഴും ബന്ധുക്കൾ ആ മൊഴി തള്ളുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പറയത്തക്ക രീതിയിൽ സാമ്പത്തിക
പ്രതിസന്ധികളൊന്നും തൻ്റെ അറിവിലില്ല എന്നാണ് ബന്ധു തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്തെത്തി ഇവിടെ വീട് പണിയുന്നു, സ്ഥലം വാങ്ങുന്നു, വീട് പണിയുന്നു. ഇതിനോടൊപ്പം തന്നെ ഇദ്ദേഹം വർഷങ്ങളായി ദുബായിൽ കട നടത്തുന്നു, വാഹന സാമഗ്രികൾ വിൽക്കുന്ന ഒരു കട നടത്തുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ ഇവരെ കുടുംബാംഗങ്ങളെ, ഭാര്യയെയും 2 മക്കളെയും അദ്ദേഹം ദുബായിലേക്ക്, വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം അവർ തിരിച്ചെത്തിയതിന് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ള അഫാൻ ഇങ്ങനെ ഒരു ക്രൂര കൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 6 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ 5 പേരുടെ കൊലപാതകം അല്ലെങ്കിൽ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതിൽ ഇന്ന് രാവിലെ പാങ്ങോടുള്ള അഫാന്റെ പിതാവിൻ്റെ മാതാവിനെ, വാപ്പുമ്മയെ രാവിലെ കൊല ചെയ്യുന്നു. ഇതിനുശേഷം ഉച്ചയോടടുപ്പിച്ച് ലത്തീഫിനെയും ഷാഹിദയെയും, പിതാവിൻ്റെ സഹോദരനായിട്ടുള്ള ലത്തീഫിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഷാഹിദയെയും കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഉച്ചയോടെ വീട്ടിലെത്തി സഹോദരനായിട്ടുള്ള അഹസാന് അവനിഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങി നൽകിയതിന് ശേഷം, പുറത്തുപോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ഇപ്പോൾ മൊത്തത്തിൽ ലഭിക്കുന്ന ഒരു നിഗമനം അനുസരിച്ചാണെങ്കിൽ ഉച്ചയ്ക്ക് ഏകദേശം 1 മണിക്കും 5 മണിക്കും ഇടയിൽ തന്നെയാണ് ഈ ക്രൂര കൃത്യം ഇവിടെ നടന്നിരിക്കുന്നത്.